തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന തൃപ്പൂണിത്തുറ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാണ് പിന്മാറ്റത്തിന് കാരണം. തന്റെ പിൻഗാമിയായി ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നേതൃത്വം കണ്ടെത്തുമെന്നും കെ ബാബു ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കില്ല എന്നുള്ളതാണ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്താണ് ഈ ഒരു പിന്മാറ്റത്തിന് കാരണം? തികച്ചും വ്യക്തിപരമായ കാരണമാണ്. കാരണം എനിക്ക് വ്യക്തിപരമായി ചില അസൗകര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വവും എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. മത്സരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ എന്നുള്ളതാണ് അവർ ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ചെറുതല്ല. എനിക്ക് മത്സരിച്ചാൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ട്, വേണ്ടെന്ന് വെച്ചാൽ. ഈ നേതൃത്വം ഇല്ലെങ്കിൽ എന്ന് അതായത് കെ ബാബു അല്ലെങ്കിൽ മറ്റാര് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്കളുടെ പിൻഗാമിയായി ആര് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ നിർദ്ദേശിക്കുകയോ മറ്റു ചെയ്തിട്ടുണ്ട്? ആര് വരും എന്നുള്ളതോ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം പാർട്ടി നേതൃത്വം അങ്ങനൊരു ആലോചന നടത്തിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടി പാർട്ടി നേതൃത്വം കണ്ടെത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാർലമെന്ററി പാർട്ടി രംഗത്ത് നിന്ന് പിന്മാറുമ്പോൾ അല്ലെങ്കിൽ പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് പിന്മാറുമ്പോൾ സജീവമായി സംഘടനാ തലത്തിലൊക്കെ സജീവമായി ഉണ്ടാകും എന്ന് തന്നെയാണോ? എനിക്ക് സാധ്യമായ വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നുണ്ടാവും. ഈ മാറി നിൽക്കുമ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും BJPക്ക് വലിയ രീതിയിൽ വോട്ട് ശതമാനമൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. പിന്മാറുമ്പോൾ അത് പാർട്ടിക്കൊരു തിരിച്ചടിയാകും, അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടും എന്ന് തോന്നുന്നുണ്ടോ? പാർട്ടിക്കൊരു തിരിച്ചടി അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ UDF വിജയ സാധ്യത വളരെ കൂടുതലാണ്. BJPക്ക് നടത്താൻ കഴിയുന്ന മുന്നേറ്റം അവരായി കഴിഞ്ഞു. ഇനി അവർക്ക് അധികം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്വാഭാവികമായും പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി, എങ്ങനെയായിരിക്കും? അല്ല, ഇനിയിപ്പോൾ പെട്ടെന്ന് വരുന്നത് തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ടാവും. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും സജീവമായിട്ടുണ്ടായിരുന്നു. ഓരോ സന്ദർഭത്തിലും പാർട്ടി ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ സാന്നിധ്യവും ഉണ്ടാവും ഉറപ്പായിട്ടും. എന്തായാലും പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് മാത്രമാണ് മാറി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഈ പറയുന്നത് പോലെ തന്നെ പാർട്ടിക്കൊപ്പം ശക്തമായി തന്നെ നിലകൊള്ളും എന്നുള്ളത് തന്നെയാണ് കെ ബാബു പറയുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ യഹിക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.